ശാന്തി, നിന്റെ അസുഖം മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ നിന്റെ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇല്ല. നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ വെട്ടിക്കൊന്ന് ഒളിച്ചോടി വന്നവനാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു. എനിക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര വിട്ടുമല്ല. എന്നെ വിശ്വസിക്കണ്ട. എന്നാൽ ഈ വാർത്ത സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കൂ. ശാന്തി, രാമണി, രാമണി. ഓ, ഇപ്പൊ ഞാൻ വിളിച്ചാൽ വിളി കേൾക്കില്ലല്ലോ. നിങ്ങൾ മനുഷ്യത്തിനോ പിശാചോ? രാമണി, ആ പാവം പെൺകുട്ടി നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തത്. രാമണി, ഞാനൊരു കൊലപാതകമാണ് ധരിപ്പിച്ചതെന്ന് മാത്രം നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഇല്ല, നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. തോറ്റാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഒരിക്കൽ എന്നിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തെ തൊട്ടുണർത്തിയവനാണ് നീ. പിന്നീട് പലപ്പോഴായി ആ ഓർമ്മ വളർന്നപ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് സഹിക്കാനാവില്ല രാമുണ്ണി. തെറ്റായ ആ ബന്ധം തുടരാതിരിക്കാൻ നിന്റെ പൂർവ്വകഥ എനിക്ക് അവളോട് പറയേണ്ടി വന്നു. ഇതിൽ രാമുണ്ണി എന്നെ കുറ്റപ്പെടുത്തരുത്. കുറ്റം ചെയ്തവൻ ഞാനാണ്. അതിന്റെ പേരിൽ എന്നോട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയാത്തിടത്ത് ഭീഷണി ആയുധമാക്കേണ്ടി വന്നു. ആ കഥ മറന്നേക്കൂ. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പകരം നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുത്തിക്കൊല്ലാം, വെടിവെച്ച് വീഴ്ത്താം, കൈകാലുകൾ ഒടിച്ച് തെരുവിലെറിയാം. അങ്ങനെ ചെയ്താൽ ആ ജയന്തിയെ സഹായിക്കാവും ഫലം. നീ നശിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പരസ്പരം തല്ലി മരിക്കാറല്ലേ ബോധപൂർവം നമ്മെ പടയ്ക്കത്. നീ ഒരു പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. അവളുടെ ദുർബുദ്ധി ഊഹിക്കാൻ പോലും നിനക്ക് കഴിയില്ല. നാളെ നിന്നെ അവൾ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊല്ലാൻ. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ആ ശാന്തിയുടെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലേ? അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല എന്ന് ജയന്തി വിശ്വസിക്കുന്നു. അതിനു മുൻപ് നിന്നെ നശിപ്പിക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഞാനും വീരയിലും ചെയ്യാൻ മടിച്ച കാര്യം നാളെ തനിച്ച പറ്റി സൂക്ഷിച്ചോ. നിനക്കൊരു മാർഗമേ ഉള്ളൂ, അവളെ കൊല്ലുക. നീയല്ലേ നാളെ കാർ ഓടിക്കുന്നത്? വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു കൊക്കയിലേക്ക് നിനക്ക് ചാടി രക്ഷപ്പെടാവുന്ന വിധത്തിൽ വണ്ടി മറിച്ചിട്ടേക്ക്. അതിന്റെ പേരിൽ പിന്നീട് എന്തുണ്ടായാലും നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. എന്താ നിർത്തിക്കളഞ്ഞത്? കുറച്ചുകൂടി മുന്നോട്ട് ആ കൊക്കയിലേക്ക് വീഴാൻ പാകത്തിൽ ഓടിക്കാമായിരുന്നില്ലേ? നിനക്ക് ചാടി രക്ഷപ്പെടാനും എന്നെ അപകടപ്പെടുത്താനും അതല്ലേ കുറച്ചുകൂടി സൗകര്യം? അങ്ങനെ എന്റെ രാജഗോപാലിനെ ഉപദേശിച്ചത്? അല്ലാതെയും എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. രാമുണ്ണിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാണത് പിടിച്ചു പറ്റിയത്? വെടികൊണ്ടുകൊണ്ട് ചാവാൻ എനിക്കിഷ്ടമല്ല. നിന്നെ കൊല്ലാനല്ല, എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിതെടുത്തത്. ശാന്തിയെ കൊല്ലാക്കൊല ചെയ്തതും അവളുടെ അച്ഛനെ കൊന്നതും അതുപോലെ നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ഞാൻ ചെയ്ത പാപങ്ങളുടെ കഥ രാമുണ്ണിക്ക് അറിയില്ല.
എന്നോട് ഏറ്റു പറയാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതായിരുന്നു. എന്തിന്? എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനല്ല, മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അത് കേൾപ്പിക്കണം, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. ജയന്തി ആരായിരുന്നുവെന്ന് ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. രാമുണ്ണിയെ പോലെ ഞാനും ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജനിച്ചത്. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു തറവാട്ടിൽ. അച്ഛൻ നേരത്തെ മരിച്ചു. കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്റെ അമ്മാവനായിരുന്നു. ആരാടാ കച്ചിയെല്ലാം വാരി അവിടെ വിതറിയിട്ടത്? എല്ലാത്തിനെയും അടിക്കാൻ എല്ലൊടിക്കും. എങ്ങോട്ടാ ഒരുങ്ങി പുറപ്പാട്? അമ്പലത്തിലേക്ക്. ഈ നേരത്തോ? കുട്ടാ, ജയന്തിയുടെ ജന്മനക്ഷത്രമാണെന്ന് അമ്പലത്തിലൊരു വഴിപാട് ചീട്ടാക്കാനാ നേരത്തെ പോണേ. ശരി ശരി. ഈ വഴിപാട് ചീട്ടാക്കാൻ തുടങ്ങിയിട്ട് കാലശിയായി. അമ്മാവനോ മറ്റോ അറിഞ്ഞാൽ ദേവനും ദേവിക്കും ദോഷാണേ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ ഇങ്ങോട്ട് നടക്ക് വേഗം. കുട്ടി എന്തിനാ ഓടുന്നത്? ആളവിടെ തന്നെ ഉണ്ടാകും. കൊണ്ടുപോയി കൊടുക്ക്. പായസം പിറന്നാളാണ്. ആരുടെ പിറന്നാളാണോ അവർ തന്നെ തരട്ടെ. എന്തേ? ആരുടെ പിറന്നാളാണോ അവരുടെ കൈ കൊണ്ട് തന്നെ തരണമെന്ന്. അതെങ്ങനെ? ആ ആളിങ്ങോട്ട് വരുന്നുണ്ട്. നാണി, നിങ്ങൾ പായസം കുടിക്കുന്ന നോക്കി നിന്നാലേ എനിക്ക് കൊതി കൂടും. വിടുന്ന്, ആരെങ്കിലും കാണും. വിടുന്ന്. പായസം കഴിക്കൂ. പായസമല്ലേ, എന്റെ വായിലേക്ക് ഒഴിച്ചു തരൂ. ഈ തറവാടിന് പുസ്തകം ഉണ്ടാക്കാൻ വന്ന അസത്തെ നിന്നെ ഞാൻ കൊല്ലും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരവും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്നും രണ്ടിനെയും അടിച്ച് പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നുമോളെ, നിനക്ക് എന്ത് പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല, അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല.